വെൽക്കം ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ടെ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു ചിക്കൻ കറി റെസിപ്പിയാണ്. അത്യാവശ്യം ചാറോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ചിക്കൻ കറിയാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെയാണ് ഇനി വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിൻ്റെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് ഇതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ ഇങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലാണല്ലോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും തേങ്ങാക്കൊത്തും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് കല്ലേ വെച്ച് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരിക. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് നമുക്ക് ആദ്യം ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ ആകുമൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ഉള്ളി ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവോളയാണ്, ആവശ്യത്തിന് സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സവോളയും കൂടെ ചേർത്ത് നമുക്ക് പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് ഉരുളിയിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്നു വന്നാലാണ് നല്ല ടേസ്റ്റ് ആകുക. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സവോളയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, മസാലപ്പൊടിയും എല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കറിയിലോട്ട് ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്, സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഗരം മസാലയും നമ്മൾ ആ കൂട്ടിൻ്റെ കൂടെ തന്നെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു കൂട്ടിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് സവോളയൊക്കെ ഒന്ന് വാടിയതിന് ശേഷമാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ അതൊക്കെ ചേർത്തു. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് ഇതെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ സവോളയിലോട്ട് തന്നെ ചേർക്കുകയാണ്. വഴറ്റി വെച്ചിരിക്കുന്ന സവോള ആയതുകൊണ്ട് ഇനി സവോള അധികം വഴണ്ടൊന്നും വരത്തില്ല, കാരണം ചിക്കനും കൂടെ ചേർത്തല്ലോ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് കുറവാന്ന് തോന്നി, അതുകൊണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് അതിനകത്ത് ചിക്കനിലെ വെള്ളമൊക്കെ നമുക്കൊന്ന് ഇറങ്ങി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് മാറ്റിയിട്ട്, അതായത് അടപ്പൊക്കെ മാറ്റിയിട്ട് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ ചൂടാക്കി, അതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ ആവശ്യത്തിന് ഇതിൻ്റെ ചാറ് അതുപോലെ നമുക്ക് ചെയ്യാം. എന്തായാലും ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാലയൊക്കെ ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ഫ്ലേവർ നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതൊന്നും കൂടെ വേവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാണ് ആഡ് ചെയ്യുന്നത്, കാരണം അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടിപ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും ഇനി തിളച്ച വെള്ളമാണ്, നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നന്നായിട്ട് തിളയൊക്കെ വന്നു, ചിക്കനൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി നമുക്കധികം ജോലിയൊന്നുമില്ല. നല്ല അത്യാവശ്യത്തിന് ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കുക വേണ്ടു. ഇതിന് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുകും മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു
ചിക്കൻ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല വെളിച്ചെണ്ണയിൽ വേണം ഇത് തയ്യാറാക്കാൻ, അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. ഇതാ ഇപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പവും കപ്പയ്ക്കൊപ്പവും അപ്പം, ബ്രെഡ് അതിനൊക്കെ ഒപ്പം കഴിക്കാൻ പാകത്തിനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ കറി ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെങ്ങനെയാണ് ചിക്കൻ കറി റെഡിയാക്കുന്നതെന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. നമ്മൾ ലാസ്റ്റാണ് ഈ ഒരു ഫ്ലേവറിന് വേണ്ടി ഇതൊക്കെ ചെയ്തത്. ഇതാ ഇപ്പോൾ കപ്പയുടെ കൂടെ നമ്മൾ ചാറോടുകൂടി ഒഴിച്ച് ഈ കപ്പ കുഴച്ചതിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ചോറിനൊപ്പവും ഞാൻ പറഞ്ഞ പോലെ അപ്പത്തിനൊപ്പവും ഒക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. അപ്പം അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്